ഭക്തിഗാനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? ഒരുപക്ഷെ ക്ഷേത്രത്തിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന മന്ത്രധ്വനികൾ, അല്ലെങ്കിൽ പ്രായമായവർ ഭക്തിയോടെ കൈകൂപ്പി ലയിച്ചിരിക്കുന്ന ചില ചിത്രങ്ങൾ, അതുമല്ലെങ്കിൽ തബലയുടെയും ഗഞ്ചിറയുടെയും ഇലത്താളത്തിൻ്റെയും ഹാർമോണിയത്തിൻ്റെയും എല്ലാം അകമ്പടിയോടെ അയൽക്കാർ ഒന്നിച്ചിരുന്ന് പാടുന്ന പഴയ ഭക്തി ഭജന സന്ധ്യകൾ. ഇതൊക്കെയാവും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക, അല്ലേ? എന്നാൽ ആ ചിത്രം ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ യുവതലമുറ, പ്രത്യേകിച്ച് ജെൻസി എന്നും മില്ലേനിയൽസ് എന്നുമൊക്കെ നമ്മൾ വിളിക്കപ്പെടുന്ന ന്യൂ ജനറേഷൻ, ഈ ഭക്തിഗാനങ്ങൾക്ക് ഒരു ട്വിസ്റ്റ് നൽകിയിരിക്കുന്നു. അവർ അതിനെ കൂളാക്കി, ട്രെൻഡാക്കി, അതിനൊരു പുതിയ പേരും നൽകി: ഭജൻ ക്ലബ്ബിംഗ്. നിങ്ങൾ ചിന്തിച്ചേക്കാം, ലൈവ് ബാൻഡ് സംഗീതവും ലോകം ചുറ്റിവരുന്ന DJ പാർട്ടികളും AC ലോഞ്ചുകളുമെല്ലാം വിട്ട് ഈ യുവത ഭജനയിലേക്ക് തിരിയുന്നത് എന്തിനാണെന്ന്. ഇതിനു പിന്നിൽ ഒരു ട്രെൻഡ് എന്നതിലുപരി ആഴത്തിലുള്ള ഒരു സാമൂഹിക മാനസിക മാനമുണ്ട്. ഭജൻ ക്ലബ്ബിംഗ് ഇപ്പോൾ ഇന്ത്യയിൽ അതിവേഗം വളരുന്ന ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറിയിരിക്കുന്നു. ഭക്തിയുടെ ഈ പുതിയ ഭാവം എന്താണ് ഭജൻ ക്ലബ്ബിംഗ്? ഭജൻ ക്ലബ്ബിംഗ് എന്നത് ആരാധനാലയങ്ങളിൽ നടക്കുന്ന പരമ്പരാഗത ഭജനകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇതൊരു മ്യൂസിക് ജാമിംഗ് സെഷൻ പോലെയാണ്. കമ്മ്യൂണിറ്റി ഹാളുകൾ, ക്രിയേറ്റീവ് സ്റ്റുഡിയോകൾ, കഫേകൾ, ചിലപ്പോൾ ടെറസുകൾ എന്നിവിടങ്ങളെല്ലാമാണ് ഈ സംഗമം നടക്കുന്നത്. ഇവിടെ ഭക്തർ കസേരകളിലോ തറയിലോ ക്രോസ് ലെഗ്സ് ആയി ഇരിക്കുന്നു, കൈകൾ കൊട്ടി താളം പിടിക്കുന്നു, പ്രശസ്തമായ ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നു, ചിലപ്പോൾ അതിനൊപ്പം ചുവട് വെച്ച് നൃത്തം ചെയ്യുന്നു. ഇത് നിയമങ്ങളില്ലാത്ത, സമ്മർദ്ദങ്ങളില്ലാത്ത, എന്നാൽ ആഴത്തിലുള്ള ആത്മീയതയെ ആഘോഷിക്കുന്ന ഒരു അനുഭവമാണ്. ഭക്തിഗാനങ്ങളുടെ താളത്തിനൊത്ത് യുവത മനസ്സ് തുറന്ന് ഡാൻസ് ചെയ്യുന്ന കാഴ്ചകൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ വൈറലുമാണ്. പഴയ കാലത്ത് അയൽപക്കത്തെ കുടുംബങ്ങൾ ഒത്തുചേർന്ന് ലളിതമായ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ ഭജന പാടിയിരുന്നതിനെ കൂടുതൽ ആധുനികവും ഊർജ്ജസ്വലവുമായ രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഈ ഭജൻ ക്ലബ്ബിംഗ്. ഇലക്ട്രോണിക് സംഗീതത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് മാറി ആത്മാവിനെ തൊട്ടറിയുന്ന ഈ സംഗീതത്തിന് ചെവി കൊടുക്കാൻ ഇന്ന് ടിക്കറ്റുകൾ ചൂടപ്പം പോലെയാണ് വിറ്റഴിയുന്നത്. ജെൻസി ഒരുപാട് സമ്മർദ്ദങ്ങൾ നേരിടുന്ന തലമുറയാണ്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, കരിയർ മത്സരങ്ങൾ, ഭാവി അനിശ്ചിതത്വം എന്നിവയെല്ലാം അവരുടെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പലരും ആശ്വാസം കണ്ടെത്തുന്നത് ആത്മീയമായ കാര്യങ്ങളിലാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ യുവതലമുറയെ ഭജൻസിലേക്ക് അടുപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സ്ട്രെസ്സും മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങളുമാണ്. ഉള്ളിലെ സംഘർഷങ്ങളെയും അസ്വസ്ഥതകളെയും മറികടക്കാൻ അവർക്ക് ആത്മീയത ഒരു മികച്ച മാർഗമായി തോന്നുന്നു. ഭജന ക്ലബ്ബിങ്ങിലെ പാട്ടിൻ്റെ താളം, ഭാവം, ഒപ്പം കൈകോർക്കുന്ന കൂട്ടായ്മ എന്നിവയെല്ലാം അവർക്ക് വലിയ ആശ്വാസം നൽകുന്നു. ഒരു ഡിസ്കോ ക്ലബിൻ്റെ ശബ്ദഘോഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭജനയിലെ താളവും ലയവും മനസ്സിന് ശാന്തതയും സന്തോഷവും നൽകുന്നു. ഇത് നിയന്ത്രണങ്ങളില്ലാത്ത ആത്മീയതയാണ്, അതായത് സ്പിരിച്വാലിറ്റി വിത്തൗട്ട് പ്രഷർ. അമ്പലങ്ങളിലെ കർശനമായ ചിട്ടകളോ നിയമങ്ങളോ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകില്ല. സ്വയം പ്രകടിപ്പിക്കാനും ഒരുമിച്ചിരിക്കാനും സന്തോഷം പങ്കുവയ്ക്കാനുമുള്ള വേദിയാണ് ഈ ഭജൻ ക്ലബ്ബിംഗ്. മുംബൈയിലും കൊൽക്കത്തയിലുമാണ് ഭജൻ ക്ലബ്ബിംഗ് ആരംഭിച്ചതെന്നാണ് കരുതുന്നത്. ഈ ട്രെൻഡിന് തുടക്കമിട്ടവരിൽ പ്രമുഖർ ബാക്ക് സ്റ്റേജ് സിബ്ലിങ്സ് എന്നറിയപ്പെടുന്ന സഹോദരങ്ങളാണ്: പ്രാചി അഗർവാളും രാഘവ് അഗർവാളും. ഇവരുടെ പരിപാടികളുടെ വീഡിയോസാണ് ഈ പ്രതിഭാസത്തെ രാജ്യമെമ്പാടും വൈറലാക്കിയതും യുവതലമുറയുടെ ഒരു ഭ്രമമാക്കി മാറ്റിയതും. ഭജൻ ക്ലബ്ബിംഗ് എന്ന പ്രതിഭാസം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ തുടങ്ങി അതിവേഗം പടർന്നപ്പോൾ കേരളം അതിനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. പരമ്പരാഗതമായ ആത്മീയ സാംസ്കാരിക പശ്ചാത്തലം കാരണം കേരളത്തിൽ ഈ പുതിയ രൂപത്തിന് അതിവേഗം വേരുറപ്പിക്കുവാനും സാധിച്ചു. ഈ ട്രെൻഡിന് കേരളത്തിൽ നേതൃത്വം നൽകിയവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസ് ആണ്. നന്ദഗോവിന്ദം ഭജൻസ് നിലവിൽ കേരളത്തിലെ ടോപ്പ് ട്രെൻഡിംഗ് ആണ്. അവരുടെ പ്രോഗ്രാമുകളിൽ തടിച്ചുകൂടുന്ന ജനസാഗരം തന്നെ ഈ പുതിയ ഭജന രീതിക്ക് യുവ മനസ്സുകളിൽ ലഭിക്കുന്ന പിന്തുണയുടെ തെളിവാണ്. കേരളത്തിലെ യുവതയുടെ ഭക്തിഗാനങ്ങളോടുള്ള മനോഭാവം മാറ്റിമറിച്ചതിൽ നന്ദഗോവിന്ദം ഭജൻസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. അവരുടെ പരിപാടികൾ വെറുമൊരു ഭജനയല്ല, അത് താളവും ലയവും ആനന്ദവും സമന്വയിക്കുന്ന ഒരു അനുഭവമാണ്. പ്രശാന്ത് വർമ്മ, ശ്രീബ്രഹ്മം ഭജൻസ്, അതുപോലെ വൈജയന്തി ഭജൻസ് ഡൽഹി, കോട്ടയം ശ്രീകുമാർ, തീർത്ഥപാദം ഭജൻസ്, ഗായിക ഗൗരി ലക്ഷ്മി, അതുപോലെ വയലിനിലൂടെ വിസ്മയം തീർക്കുന്ന ഗംഗാ ശശിധരൻ തുടങ്ങിയവരും ഈ പുതിയ രീതി ജനകീയമാക്കുന്നതിൽ മുൻപന്തിയിലാണ്. ഈ കലാകാരന്മാർ പരമ്പരാഗത ഭജനകളെ ആധുനിക സംഗീത ഉപകരണങ്ങളോടും ശൈലികളോടും സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുമ്പോൾ അത് യുവതലമുറയ്ക്ക് കൂടുതൽ സ്വീകാര്യമാകുന്നു. ഇവർ അവതരിപ്പിക്കുന്ന ഭജനകൾ പരമ്പരാഗത രാഗങ്ങളുടെ ഗാംഭീര്യവും ആധുനിക സംഗീതത്തിൻ്റെ ഊർജവും ചേർത്ത് അവതരിപ്പിക്കുന്നതാണ്.
അവരുടെ സംഗീതത്തിൽ തബലയുടെയും ഹാർമോണിയത്തിൻ്റെയും ചിട്ടകൾക്കൊപ്പം ഗിറ്റാറും കീബോർഡും ചിലപ്പോൾ ഡ്രംസ് പോലെയുള്ള ആധുനിക ഉപകരണങ്ങളുടെ അകമ്പടിയും കാണാം. ഈ ഫ്യൂഷൻ സമീപനമാണ് യുവജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത്. ഈ കലാകാരന്മാരും കൂട്ടായ്മകളും വിജയിക്കുന്നതിന് കാരണം അവർ കേവലം ഭക്തിഗാനങ്ങൾ പാടുകയല്ല, മറിച്ച് സമൂഹത്തിൽ വേരുറച്ച ഒരു സാംസ്കാരിക കൂട്ടായ്മയെ പുനർനിർമ്മിക്കുകയാണ്. ഭജൻ ക്ലബിംഗ് രാജ്യത്തെ കൂടുതൽ നഗരങ്ങളിലേക്കും ചെറു പട്ടണങ്ങളിലേക്കും അതിവേഗം വ്യാപിക്കുകയാണ്. ഇത് കേവലം ഒറ്റത്തവണ പരിപാടികളായി ഒതുങ്ങാതെ പതിവായ ഡെവോഷണൽ ഗ്യാതറിങ്ങുകളായി വളരും. ഈ ട്രെൻഡ് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്കിടയിലും ശ്രദ്ധ നേടുന്നുണ്ട്. ഭജൻ ക്ലബിംഗ് വെറുമൊരു ഫാഷൻ ട്രെൻഡല്ല, അത് ആത്മീയതയുടെയും കൂട്ടായ്മയുടെയും പുതിയ ഭാവമാണ്. പങ്കെടുത്തവർ അഭിപ്രായപ്പെടുന്നത് പോലെ ഇത് മനസ്സിന് സന്തോഷവും ശാന്തതയും ഉല്ലാസവും നൽകുന്നു. ഭക്തിയും വിശ്വാസവുമെല്ലാം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. പഴയ തലമുറയിലെ ചിലർക്കെങ്കിലും ഇതിനോട് വിയോജിപ്പുണ്ടായേക്കാം. അവർക്ക് പരമ്പരാഗത രീതികളോടാകും കൂടുതൽ താല്പര്യം. എന്നാൽ പുതിയ തലമുറ മതത്തെയും ആത്മീയതയെയും സമീപിക്കുന്നത് അവർക്ക് സ്വീകാര്യമായ രീതിയിലാണ്. പക്ഷേ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പഴയ തലമുറയിൽപ്പെട്ടവരും ഒപ്പം പാടി ഭജന ആസ്വദിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇലക്ട്രോണിക് സംഗീതത്തിൻ്റെ തിരക്കിൽ നിന്ന് അകന്ന് ഹൃദയത്തെ സ്പർശിക്കുന്ന ഭക്തിഗാനങ്ങളുടെ താളത്തിൽ ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മ പരസ്പരം പിന്തുണ നൽകുന്നു, വികാരങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം നൽകുന്നു, ഒപ്പം ഒരു തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയമായ വേരുകളെ വീണ്ടും കണ്ടെത്താൻ സഹായിക്കുന്നു. തീർച്ചയായും ഭജൻ ക്ലബിംഗ് ഒരു സാംസ്കാരിക വിപ്ലവമാണ്. അത് ഭക്തി കേവലം ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഭാഗമായ സന്തോഷകരമായ ഒരു ആഘോഷം കൂടിയാണെന്ന് പ്രഖ്യാപിക്കുന്നു.